നമസ്കാരം. സ്വർണം കുതിച്ചുയരുന്ന കാഴ്ച കണ്ട വർഷമായിരുന്നു 2024. വിലയിൽ ആഗോളതലത്തിലുണ്ടായ വർധനവിന്റെ ചുവടുപിടിച്ച് ഇന്ത്യയിലും പ്രകടമായ മാറ്റമുണ്ടായിരുന്നു. മാത്രമല്ല, സ്വർണം ഒരു നിക്ഷേപമായി കണ്ടവർക്ക് വലിയ രീതിയിലുള്ള ലാഭവും നേടിയെടുക്കാൻ ആ വർഷം കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സ്വർണ്ണവിലയിൽ ഏറ്റവും അധികം കുതിപ്പുണ്ടായ വർഷവും 2024 തന്നെയായിരുന്നു. സ്വർണ്ണവിലയിൽ 24% വർധനവാണ് പോയ വർഷം രേഖപ്പെടുത്തിയത്. വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടിയതും ആഗോള രാഷ്ട്രീയ പ്രതിസന്ധികളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും സ്വർണ്ണവിലയുടെ കുതിപ്പിലേക്ക് നയിച്ചു. സ്വർണത്തിന്റെ 10 വർഷത്തെ പ്രകടനം കഴിഞ്ഞ 10 വർഷമായി സ്ഥിരതയുള്ള നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകി വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സ്വർണത്തിന്റെ ശരാശരി വാർഷിക റിട്ടേൺ 8%. ഇക്കാലയളവിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി, കോവിഡ് പോലുള്ള മഹാമാരി എന്നിവ ഉണ്ടായിട്ട് പോലും സ്വർണം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2023 13.1% സ്വർണത്തിന്റെ വാർഷിക റിട്ടേൺ. 2025 അടിസ്ഥാന പലിശ നിരക്ക് കാര്യമായി കുറയ്ക്കില്ലെന്ന ഫെഡറൽ റിസർവ് വ്യക്തമാക്കിയിരുന്നു. ഫെഡറൽ റിസർവിന് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാകുമോ എന്നത് തൊഴിലില്ലായ്മ കണക്കിനെ ആശ്രയിച്ചിരിക്കും. പലിശ കുറയ്ക്കുന്നതാണ് സ്വർണത്തിന് അനുകൂലം. അഥവാ പലിശ കുറയുന്നില്ലെങ്കിൽ ഡോളറും ബോണ്ടും ശക്തമാകും. ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത വിലവർധനമാണ് സ്വർണത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രണ്ടാം ബജറ്റിനായുള്ള കാത്തിരിപ്പിലാണ് വ്യവസായ ലോകം. അടുത്ത മാസം ആദ്യം നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതികൾ കൂടുതൽ ആകർഷകമാകുമെന്ന പ്രതീക്ഷയിലാണ് പലരും. 2024 കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചതിന് ശേഷം സ്വർണ്ണാഭരണങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് കേന്ദ്ര ബജറ്റിന് ശേഷം സ്വർണ്ണ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡിന്റെ ശക്തി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ആഭരണങ്ങൾക്കുള്ള ഉപഭോക്തൃ ആവശ്യം വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനങ്ങളിലെ തുടർച്ചയാണ് ആഭരണ വ്യവസായ മേഖല പ്രതീക്ഷിക്കുന്നതെന്ന് പറയാം. സ്വർണവുമായി തലമുറകളായുള്ള ബന്ധമുണ്ട് നമുക്ക്. സ്വർണം കൈവശം വയ്ക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരുമെന്നൊരു വിശ്വാസം പരക്കെയുണ്ട്. റെക്കോർഡ് കീഴടക്കി വില പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ചരിത്രാതീത കാലം മുതൽക്കേ അറിയപ്പെട്ടിരുന്ന അമൂല്യ ലോഹമാണ് സ്വർണം. ഒരുപക്ഷെ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹവും ഇത് തന്നെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. BC 2600 ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക്സ് ലിഖിതങ്ങളിൽ ഈജിപ്തിൽ സ്വർണം സുലഭമായി ഉണ്ടായിരുന്നുവെന്ന് പരാമർശിക്കുന്നുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ഈജിപ്തും ലിബിയയുമാണ് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർണം ആദ്യമായി കുഴിച്ചെടുത്ത് ഉപയോഗിച്ചത് ഇന്ത്യയിലാണെന്നാണ് കരുതുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്വർണത്തിന്റെ ഏറിയ പങ്കും ആഭരണങ്ങൾക്കായും നാണയങ്ങൾക്കായുമാണ് ഉപയോഗിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വിവിധ നാണയങ്ങളുടെ വില നിശ്ചയിച്ചിരുന്നതും പണം കൈമാറ്റം നടത്തിയിരുന്നതുമെല്ലാം മുൻപ് സ്വർണ്ണവിലയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. വിനിമയത്തിനായി 1526 മുതൽ 1930 വരെ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങൾ 22 ക്യാരറ്റ് സ്വർണത്തിലാണ് ഉണ്ടാക്കിയിരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.